ഹലോ, കുറച്ച് കുഞ്ഞിച്ചാള ഇട്ടിട്ടുണ്ട്. അപ്പം ഞാൻ വിചാരിച്ച എപ്പോഴും മുളക് കറി ഇടിച്ച മുളകിട്ട് അങ്ങനെയൊക്കെയാണ് വെക്കാറ്. അപ്പം ഞാൻ വിചാരിച്ച് കാന്താരി മുളകിൽ വെക്കുക ഈ കറി. അപ്പോൾ അതിനാവശ്യമായിട്ട് ഒരു പിടി കാന്താരി എടുത്തിട്ടുണ്ട്. എരിവ് ഇഷ്ടപ്പെടുന്നവർക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും ഈ കറി, ഭയങ്കര ടേസ്റ്റുമാണ് ഈ കറി. കുറച്ച് ഉള്ളി, കുറച്ച് ഒരു 5-8 വെളുത്തുള്ളി ഉണ്ട്, ഒരു വലിയ കഷ്ണം ഇഞ്ചിയുണ്ട്, പിന്നെ ആവശ്യമുള്ളത് കുരുമുളക്. വേറെ മുളക് പൊടിയൊന്നും വേണ്ട. കുറച്ച് പുളിയുണ്ട്. അപ്പോൾ ഇതൊക്കെ നമുക്ക് ചതച്ച് കൊണ്ടുവരാം. ഈ തക്കാളി നമുക്കൊന്ന് പേസ്റ്റ് ആക്കണം, ഒരുപാട് പേസ്റ്റ് ആക്കണ്ട, കാണിച്ചു തരാൻ. ഇപ്പോൾ ഇത് ഞാൻ ചട്ടി വെച്ചിട്ടുണ്ട് ഇവിടെ. ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഞാനിതിവിടെ ചതച്ച് വെച്ചേക്കണത്. അതിനകത്ത് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. പിന്നെ തക്കാളി ഞാൻ ഇതുപോലെയാണ് ആക്കി വെച്ചേക്കണം. ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒന്ന് നല്ലപോലെ വാടി വരട്ടെ. ഇത് നല്ലപോലെ മൊരിഞ്ഞ് വന്നിട്ടുണ്ട് ഇവിടെ. ഇത് നമുക്ക് ഇനി തക്കാളി ഇട്ട് കൊടുക്കാം. തക്കാളി ഞാൻ മിക്സിയിലിട്ടൊന്ന് അടിച്ചതാണ് കേട്ടോ. ഇതിൻ്റെ പച്ചപ്പൊക്കെ ഒന്ന് മാറിയിട്ട് ഇപ്പോൾ തക്കാളി നല്ലപോലെ വഴന്നിട്ടുണ്ട് കേട്ടോ. പച്ചപ്പൊക്കെ മാറിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇതിലേക്ക് ഉപ്പിട്ട് കൊടുക്കാം ആവശ്യത്തിന്. ഇനി ഇതിലേക്ക് പുളിവെള്ളമാണ് ഒഴിക്കണം. വാളംപുളി പിഴിഞ്ഞ വെള്ളമാണ് കേട്ടോ. പുളിക്ക് ആവശ്യമായിട്ടുള്ള ഒഴിച്ചു കൊടുത്താൽ മതി. ഞാൻ ഇതിലേക്ക് ഇനി പ്രത്യേകിച്ച് വേറെ വെള്ളമൊന്നും ചേർക്കണില്ല. തിളച്ച് ഒന്ന് വറ്റട്ടെ. അല്ല, പുളിവെള്ളം ഒഴിച്ച് പുളിവെള്ളം ഒന്നും ഇതായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേറെ വെള്ളമൊന്നും ഒഴിക്കണ്ട. ഈ കറി ഒരു ഡ്രൈ ആയിരിക്കണ കറിയാണ്. എടുത്ത് കഴിക്കാൻ ആ കാന്താരി മുളകൊക്കെ ഇട്ടേക്കണ ഒരു പ്രത്യേക സ്മെല്ല്. നമുക്ക് ഇതൊന്ന് ചെറിയ തീയിൽ നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം. അടച്ച് വെക്കാം. ഇത് വെച്ചിട്ട് കറിയൊന്ന് നോക്കിയിട്ട് കേട്ടോ. കണ്ടതിൽ ഞാൻ വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്തായിരുന്നു ഞാൻ. കുറച്ച് നേരം കൂടെ ഒന്ന് കിടക്കട്ടെ, എണ്ണയൊക്കെ തെളിഞ്ഞ് വരും. ഞാൻ വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല. നല്ല സ്മെല്ലുണ്ടാവും കാന്താരി മുളകിൻ്റെയൊക്കെ, നല്ലൊരു സ്മെല്ല്. അപ്പോൾ ഇത് നമ്മളെ ചാള കാന്താരി വറ്റിച്ചത് ഡ്രൈ ആയിരിക്കും കറി. ഞാനിപ്പോൾ പുട്ടിൻ്റെ കൂടെയാണ് ഇത് കഴിക്കാൻ വേണം. ഇതിനൊക്കെ ഒരു പ്രാവശ്യമൊക്കെ വെച്ച് നോക്കട്ടെ. പഴയ കാലത്ത് ഉമ്മമാരൊക്കെ വെക്കണതാണ്, അമ്മച്ചിമാരൊക്കെ വെക്കണ കറികളാണ്. പച്ചക്കുരുമുളകിലൊക്കെ അല്ലേ. ഇപ്പം അങ്ങനെ പച്ചക്കുരുമുളകൊന്നും കിട്ടാറില്ല എവിടെ. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. എന്നോടൊരു ആൾ പറഞ്ഞായിരുന്നു പച്ചക്കുരുമുളകിൽ കറി വെക്കണമെന്ന് കാണിക്കുന്നു. പക്ഷേ ഞാൻ പറഞ്ഞു പച്ചക്കുരുമുളക് ഇവിടെ ഇല്ല, കൊച്ചിയിലില്ല. എറണാകുളം മാർക്കറ്റിൽ കിട്ടുമെന്ന് പറഞ്ഞു. എറണാകുളം മാർക്കറ്റിൽ പോകണം ഒരു ദിവസം, എന്നിട്ട് നോക്കണം. വേണ്ട, നല്ല ടേസ്റ്റാണ്. വലിയ പാണിയൊന്നുമില്ല. ഇച്ചി കുരുമുളകും ഇച്ചി ഇഞ്ചിയൊക്കെ ഉണ്ടെങ്കിൽ നല്ല കറിയായി. ചപ്പാത്തിൻ്റെ കൂടെ, ചോറിൻ്റെ കൂടെ, പുട്ടിൻ്റെ കൂടെ, എന്തിൻ്റെ കൂടെ ആണെങ്കിലും കഴിക്കാം. അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.